നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന കെ സുധാകരന്റെ പ്രസ്താവനയിൽ പ്രതികരണവുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രഖ്യാപിക്കാനുള്ള ചുമതല ഹൈക്കമാൻഡിനാണ്. അതുകൊണ്ട് തന്നെ ആരും സ്വയം പ്രഖ്യാപനം നടത്തി സ്ഥാനാർത്ഥികളാകാൻ മുതിരരുതെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. കേരളത്തിൽ UDFന്റെ സീറ്റ് വിഭജനവും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവും നിശ്ചയിക്കുന്നത് കോൺഗ്രസിന്റെയും UDFന്റെയും സംസ്ഥാന നേതൃത്വമാണ്. സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഘടകകക്ഷികൾക്ക് സീറ്റുകൾ നൽകുന്നത് സംബന്ധിച്ച് പരസ്യ പ്രസ്താവന നടത്തുന്നത് ഒരു കോൺഗ്രസ് നേതാവിനും പാർട്ടി ഘടകത്തിനും ചേർന്നതല്ല. അത്തരം പ്രസ്താവനകൾ അച്ചടക്ക ലംഘനമായി കോൺഗ്രസ് കരുതും. നേതാക്കൾക്കോ വിവിധ പാർട്ടി ഘടകങ്ങൾക്കോ അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ അതിന് നേതൃത്വത്തെ സമീപിക്കാം. പരസ്യ പ്രസ്താവനകളും അതിനുവേണ്ടിയുള്ള യോഗങ്ങളും ഒരു കാരണവശാലും അനുവദിക്കില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രഖ്യാപിക്കാനുള്ള ചുമതല ഹൈക്കമാൻഡിനാണ്. അതുകൊണ്ട് തന്നെ ആരും സ്വയം പ്രഖ്യാപനം നടത്തി സ്ഥാനാർത്ഥികളാകാൻ മുതിരരുതെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് ഇന്നലെയാണ് KPCC മുൻ അധ്യക്ഷൻ കെ സുധാകരൻ പ്രഖ്യാപിച്ചത്. കണ്ണൂരിൽ 110% മത്സരിക്കും. അതിനെന്താണ് കുഴപ്പം? കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാകും, മത്സരിക്കും എന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനായുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരാനിരിക്കെ സുധാകരൻ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ചതാണ് വിമർശനങ്ങൾക്കിടയാക്കിയത്. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. Do you know where India's best steel windows and doors factory is located? How many of you know that it is in Malappuram, the land of football? Vertec is the first company which introduced steel windows and doors as a brand in Kerala. Today, Vertec has grown so big in the industry as a producer and manufacturer of steel windows and doors. Vertec Industrial Park, India's best quality steel windows and doors.